നീനുട്ടി എന്താ അവിടെ പരിപാടി? ഡ്രസ്സോ? ശരി, ഞാൻ ഡ്രസ് അടിച്ചു തരാം കേട്ടോ. ശരിക്കും അടിച്ചുതരടാ. ശരിക്കും. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ അടിച്ചു തരാം. ഈ പൂക്കളോണ്ടല്ലേ? ഓ, അടിച്ചു തരാം കേട്ടോ. നീനുട്ടി, പൂക്കളൊക്കെ വേഗം പറിച്ചെടുത്തേ. അമ്മ ഒരു യെല്ലോ കളർ ക്ലോത്ത് വെച്ചിട്ട് ഡ്രസ് അടിക്കാം. എങ്ങനെ ഉണ്ടായിരിക്കും? യെല്ലോ കളർ ഡ്രസ്സും അതിന്റെ ഒപ്പം ഈ ബോഗൻവില്ല, പിങ്ക് കളർ ബോഗൻവില്ല. എങ്ങനെ ഉണ്ടായിരിക്കും? സെറ്റ് ആയിരിക്കില്ലേ? അപ്പൊ നീ പൂക്കളൊക്കെ പറിക്കാം, അപ്പോഴേക്കും ഞാൻ ഡ്രസ് അടിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഡൺ. അപ്പൊ സൂപ്പർ ആക്കല്ലേ? ഓക്കെ, ശരി, ബൈ. പൊന്നു, ബബ്ലു നമ്മുടെ പൂക്കളൊക്കെ എടുത്ത് കേട് വരുത്തോ? നീ വേഗം ഉള്ളിൽ കൊണ്ടുവച്ചോ. അത് ബബ്ലു പിന്നാലുണ്ട്. ബബ്ലു, എത്ര കിട്ടി പൂക്കള്? വാവ്, സൂപ്പർ. ഇതുകൊണ്ട് അടിപൊളിയായിട്ട് ഡ്രസ് അടിക്കാം അല്ലേ? അപ്പൊ പൊന്നൂസ് നമ്മുടെ യെല്ലോ കളർ ക്ലോത്തും കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നീനപ്പ അവിടെ പൂ പറിക്കുന്ന തിരക്കിലാവുക കാരണം എത്തിട്ടോ. നീനപ്പൂ എത്തിയിട്ടുണ്ട് കേട്ടോ. നീനുട്ടി ഇങ്ങോട്ട് വന്നേ. ഈ യെല്ലോ ക്ലോത്തും കൊണ്ടാണ് ഞാൻ നിനക്ക് ഒരു ഷിമ്മി പോലെ, അതായത് പെറ്റിക്കോട്ട് പോലെ ഒരു ഡ്രസ് അടിക്കുന്നത്. ഇതിലാണ് നമ്മള് പിങ്ക് കളറിലെ ബോഗൻവില്ല വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇഷ്ടമായ നിനക്ക് ഈ കളറ്? നല്ല രസമായിരിക്കില്ലേ? യെല്ലോ വിത്ത് പിങ്ക് കളർ മാച്ച് ആയിരിക്കില്ലേ പൊന്നൂസേ? അപ്പൊ മാമ പോയിട്ട് ഡ്രസ് എടുക്കട്ടെ. ഓക്കെ, പൂവേണോ പൂവേ. ഗായ്സ്, അപ്പൊ ഞാനിവിടെ ഡ്രസ്സ് അടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അവരവിടെ പൂവിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാനിവിടെ ഡ്രസ്സിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. ജസ്റ്റ് ഒരു കുഞ്ഞ് സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ അടിക്കുന്നത്. അതടിക്കുമ്പോൾ അവരിലെ പൂ വെക്കുമ്പോൾ അതിന്റെ ഭംഗി വരണമെങ്കിൽ അത് സിമ്പിൾ ആയിരിക്കും ഡ്രസ്സ്. നീനോട്ട് ബോഗൻവില്ലയുടെ ചെടി ഫുൾ ആയിട്ട് ക്ലീൻ ആയിട്ട് പറിച്ചെടുത്തോ? ഞാനൊക്കെ ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞു. കാണിച്ചു തരട്ടെ. അപ്പൊ നമുക്ക് ഡ്രസ്സിൽ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം അല്ലെ? ഡ്രസ്സ് അടിച്ച് കാണിച്ചു തരാവേ. ഇത് യെല്ലോ കളർ ഡ്രസ്സാണ്. ഇനി നമുക്ക് ഇത് ഇട്ടിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്യാം അല്ലെ? പൂക്കളൊക്കെ വെച്ചിട്ട്, ബോഗൻവില്ല വെച്ചിട്ട്. ഓക്കെ, റെഡിയാണോ? ഓക്കെ. അപ്പൊ ഡ്രസ് മാറാല്ലേ നമുക്ക്? ഓക്കെ ഗായ്സ്, അപ്പൊ ഡ്രസ്സിൽ ഞങ്ങള് ബോഗൻവില്ല ഒട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഡബിൾ ടാപ്പ് സ്റ്റിക്കറൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ നെക്കിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ, ഒട്ടിച്ച് വെക്കണേ. എന്നിട്ട് വേണ്ടേ പൂ വെച്ച് ഒട്ടിക്കാൻ ബോഗൻവില്ല. അപ്പൊ അതിനു വേണ്ടി ഡബിൾ ടാപ്പ് സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ബോഗൻവില്ല അതിൽ വെച്ചിട്ട് ഒട്ടിക്കാനാണ് കേട്ടോ പ്ലാന്. ഗായ്സ്, ഒരു കൊട്ട പൂ ഉണ്ടല്ലോ. ഗായ്സ്, ഒരു കൊട്ട പൂ കിട്ടിയിട്ടുണ്ട് ഞങ്ങക്ക്. ഞങ്ങൾ ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ടല്ലോ. ഇനിട്ട് എങ്ങനെയുണ്ട് ഡ്രസ് ഡെക്കറേറ്റ് ചെയ്യുന്നേ? അച്ഛന്റെ പണിയാണ് കേട്ടോ. ഓ, നീയും കൂടിക്കോ. ഹെൽപ്പ് ചെയ്യ അച്ഛനെ ഹെൽപ്പ് ചെയ്തോ. നേരെ വെച്ചു കൊടുക്ക്. അത് അച്ഛൻ നോക്ക്, ചെയ്ത് നോക്ക്. ഓ, സൂപ്പറായിട്ടുണ്ടല്ലോ അല്ലേ? ഓ, സെറ്റ് ഐഡിയ ആണ് കേട്ടോ. ആ യെല്ലോ വിത്ത് പിങ്ക് കളർ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഗൈസ് നോക്കിയൊക്കെ. നീനോട്ട് ഇനി ഈ ഡ്രസ്സ് വിയർ ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് കാണാം. ഫുള്ളായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഈ ഐഡിയ നീനോട്ടിയുടെ അച്ഛന്റെ ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് ചെയ്തു നോക്കാം കേട്ടോ. നീനോട്ട്, ഇതിപ്പോ എന്ത് ഡ്രസ്സ് അടിപൊളിയുണ്ട്. ഏത് കടയിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് മേടിക്കാൻ കിട്ടില്ല. അടിപൊളിയുണ്ട് ഗായ്സ്. അപ്പൊ നമ്മുടെ നീനൂട്ടിന്റെ ബോഗൻവില്ല ഡ്രസ് റെഡി ഉണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. നീനൂട്ടി, അതെ, ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ബോഗൻവില്ല ഡ്രസ് മേക്കിംഗ് എങ്ങനെയുണ്ട് ഗായ്സ്? അടുത്ത ആളും കൂടി റെഡി ഉണ്ട് ഗായ്സ്. നമ്മുടെ പൊന്നൂസ് അവർ രണ്ടുപേരും കൂടിയിട്ട് യെല്ലോ വിത്ത് പിങ്ക് കോമ്പിനേഷനിൽ നല്ലൊരു ഡ്രസ്സാണ് ഞങ്ങൾ മേക്ക് ചെയ്തിട്ടുണ്ട്. നീനൂട്ടി, അപ്പൊ ബോഗൻവില്ല ഡ്രസ് ഇഷ്ടായോ? പൊന്നൂന് ഇഷ്ടായോ ബോഗൻവില്ല ഡ്രസ്? അപ്പൊ രണ്ടുപേരും ബോഗൻവില്ല ചെടിയുടെ അടുത്തൊന്ന് പോയി നിന്നേ. ആദ്യത്തെ പൂക്കളാണ് വിചാരിക്കട്ടെ. ഞാനാണ് രാജകുമാരി. രാജ്ഞിയാണ്. അടുത്ത ബോഗൻവില്ല റാണിയാണ്.
അപ്പൊ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടി ഒരു തിമർത്തൊരു ഡാൻസ് കളിച്ചേ. ആ അടിപൊളി. ഏത് പാട്ടാ അത്? ഓ മല്ലിക വേണ്ട. സൂപ്പർ ഉണ്ട് കേട്ടോ ഡാൻസ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഗൈസ് ടാറ്റാ.